അശ്വിനി കുട്ടി കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സരോവരത്ത് മറൈൻ വേൾഡ് എന്ന കടൽ മത്സ്യങ്ങളുടെ ഷോ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ചാർജ് വരുന്നത് 120 ഒരാൾക്ക് വരുന്നത് 120. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഞാൻ വായും ടിക്കറ്റ് എടുത്ത് അവിടേക്ക് കയറി. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ലവ് ബേർഡ്സ് ആണ്. കുറേ അധികം ലവ് ബേർഡ്സുകൾ അവിടെ ഇങ്ങനെയുണ്ട്. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറേ അധികം ലവ് ബേർഡ്സുകൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അശ്വിനാണെങ്കിൽ വേഗം മുന്നോട്ട് പോയിട്ട് കാണണം. അതൊക്കെ കണ്ട് മുന്നോട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ അധികം ജീവികളെയാണ്. പലതരം വെറൈറ്റി ഓഫ് ജീവികൾ ചെറിയ ഗ്ലാസ് കൂടിനുള്ളിലാക്കി അടച്ചു വെച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്കിങ്ങനെ നോക്കി പരിചയപ്പെട്ടു പോകാം. ഗ്ലാസ് കൂട് കുറച്ച് ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യരായി എടുത്തിട്ടാണ് കൊണ്ട് നടന്നത് അവിടെ കാണാൻ വേണ്ടി. കുട്ടികൾക്ക് താഴെ എന്നാൽ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇഗ്വാന. ഇതൊന്നും അനങ്ങുക പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെന്നു മോള് ചോദിക്കുന്നുണ്ട്, ഇത് പ്ലാസ്റ്റിക് ആണോ ഡമ്മിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് അനങ്ങാത്തത് കാണും. ഇനിയും കുറേ ജീവികൾ ഇതുപോലെ ഗ്ലാസ് കൂടിനുള്ളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ പേരൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ഇങ്ങനെ കണ്ടു.
ഇവിടുത്തേത് കണ്ടു കഴിഞ്ഞപ്പോൾ ആയിഷു പെട്ടെന്ന് ഞങ്ങളെ രണ്ടാളെയും പിന്നിലായിക്കൊണ്ട് മുന്നിൽ ഓടുകയാണ് അടുത്ത് കാണാൻ വേണ്ടി. തിടുക്കമാണ് മുന്നിലുള്ളത്, ഇനിയുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ തന്നെ ഞങ്ങളെ കൂട്ടാതെ ആയിഷമോൾ ഓടുകയാണ് മുന്നിൽ. ഇവിടുത്തേത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് കടൽ ജീവികളും കടൽ മത്സ്യങ്ങളുമാണ്. അത് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലുള്ള ടണൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്സിജൻ മാസ്ക് വെച്ച ഒരാൾ കുട്ടികളെല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടി, കാണുന്നവരെല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിനടിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നത് ഓക്സിജൻ മാസ്ക് വെച്ച ഒരു മത്സ്യകന്യക എന്നൊക്കെ പറയില്ലേ, ഒരു ലേഡി ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിനടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നുണ്ട്. കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കുട്ടികൾക്ക് ടാറ്റ കൊടുത്തും. ഏതായാലും മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്.
മത്സ്യങ്ങളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു ഗ്ലാസ് കൂടിനുള്ളിൽ ഒരു കൊട്ടാരം പോലെയുള്ള എന്തോ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ എന്താ പറയുക, വെള്ളം വീഴുന്നത് പോലെ, അതിൻ്റെ മുകളിലേക്ക് മഴ പെയ്യുന്നത് പോലെ ഒരു ഫൗണ്ടൈൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാലുള്ളത് സരോവരത്തിന് നോർമലി ഉണ്ടാവുന്നത് പോലെ ഒരു ഷോപ്പിംഗ് എക്സ്പോ ആണ്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ധാരാളം കൗണ്ടറുകൾ, ധാരാളം പ്രൊഡക്റ്റുകളുടെ കൗണ്ടറുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഡിന്നർ സെറ്റുകളുടെ എല്ലാം വില തൂക്കത്തിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതെടുത്താലും കിലോയ്ക്ക് 299 രൂപയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വില. ഞാൻ നോർമലി ഉള്ള സാധാരണ പോലത്തെ ഒരു പ്ലേറ്റ് എടുത്ത് തൂക്കിയപ്പോൾ തന്നെ നിയർലി 500 ഗ്രാമിൻ്റെ അടുത്ത് അത് വരുന്നുണ്ട്. അവസാനമുള്ള കൗണ്ടറായി നമുക്ക് കാണാൻ പറ്റുന്നത് ഭക്ഷണശാലയാണ്. ധാരാളം കൗണ്ടറുകൾ അണിനിരത്തിയുള്ള ഭക്ഷണശാലയാണ്. അവിടെ ചായയും പാനിപ്പുരിയും പൊട്ടാറ്റോ ചിപ്സ് റോളും തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ഉണ്ട്. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുന്നതുമാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യന്ത്രൂഞ്ഞാലും അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള ചില ഗെയിംസും എല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അതൊന്നും പ്രവർത്തനക്ഷമമായിരുന്നില്ല.